വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള തിരുവചന ഭാഗം. ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ വളർച്ചയുടെ പല കാരണങ്ങളും നമ്മൾ തന്നെയാണെന്നൊരു ചിന്ത നമുക്കുണ്ടാവാറില്ലേ? എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രാർത്ഥനയുമാണ് എൻ്റെ വളർച്ചയ്ക്കും വിജയത്തിൻ്റെയും ഒക്കെ കാരണമെന്ന് നാം പലപ്പോഴും ചിന്തിച്ചിട്ടുമൊക്കെ ഉണ്ടാവാം. ദൈവത്തിന് നമ്മോടുള്ള പ്രത്യേകമായ കരുതലാണ് പല അനുഗ്രഹങ്ങളുടെയും കാരണമെന്നും നാം ഒക്കെ തീർപ്പ് കൽപ്പിക്കാറില്ലേ? നാമൊക്കെ ധ്യാനിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും പലപ്പോഴും നാമൊക്കെ മനഃപൂർവ്വം മറന്നു കളയുന്നതുമായ ഒന്നാണ്, ദൈവത്തിനും നമുക്കുമിടയിൽ ആരോ ഉണ്ടായിരുന്നു എന്നുള്ളത്. പലപ്പോഴും നമ്മുടെയും ദൈവത്തിൻ്റെയും ഇടയിൽ ആരോ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് പലതും അനുഗ്രഹമായിട്ട് മാറിയിട്ടുള്ളത്. ഇവിടെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, സൗഖ്യം സ്വീകരിച്ച രോഗിയെക്കാളും സൗഖ്യം നൽകുവാൻ ഇടവരുത്തിയത് അവനെ ഈശോയുടെ അടുക്കിലേക്ക് എത്തിച്ചവരുടെ നല്ല മനസ്സാണെന്ന്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പല ബന്ധനങ്ങളും നമുക്കും അഴിഞ്ഞു കിട്ടുന്നത് ചുറ്റുവട്ടമുള്ളവരുടെയൊക്കെ ഇടപെടലുകളിലൂടെയാണ് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. ഇന്നുവരെ നാമൊക്കെ സ്വീകരിച്ചിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള എല്ലാ സൗകര്യങ്ങൾക്കും നന്മകൾക്കും പിറകിൽ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരം വിരിച്ച ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. അവരെ മറക്കാതെ നമുക്ക് നന്ദിയോടുകൂടെ ഇന്നാവാം. ഈശ്വര കൃപ നമ്മുടെ കൂടെ എന്നും ഉണ്ടാകുവാൻ, ചുറ്റുവട്ടമുള്ളവയൊക്കെ കാരുണ്യപൂർവ്വം ദർശിക്കുവാനായിട്ട് നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.